നമ്മളുടെ കേരളം ലിറ്ററസിയിൽ 1-ാം സ്ഥാനത്തുള്ള നമ്മളുടെ കേരളം. പക്ഷെ ഇതേ കേരളം ഫൈനാൻഷ്യൽ ലിറ്ററസിയിൽ എവിടെയാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാനൊരു കഥ പറയാം. ഞാൻ ഇന്നലെ മുടി മുറിക്കാനായിട്ട് ബാർബർ ഷോപ്പിൽ പോയി. ബാർബർ ഷോപ്പിൽ പോയപ്പോൾ അവിടെ എനിക്ക് മുടി മുറിക്കാനായിട്ട് ഉണ്ടായിരുന്ന ബാർബർ അദ്ദേഹം ഒരു കൽക്കത്തക്കാരനായിരുന്നു. നോർമലി ബാർബർ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം മുടി മുറിക്കാൻ എടുക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ബാർബറോട് സംസാരിച്ചതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, അദ്ദേഹത്തിന് 6 മാസം പ്രായമുള്ള ഒരു മകനുണ്ട്. ആ മകന് വേണ്ടിയിട്ട് മാസം 3000 രൂപ SIP ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോ ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു, 5-ാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്ന് അതിദാരിദ്ര്യം മൂലം ചെറുപ്പത്തിൽ തന്നെ കുടുംബം നോക്കാൻ വേണ്ടി പണിയെടുക്കേണ്ടി വന്ന അദ്ദേഹം ഇന്ന് പണിയെടുക്കുന്നത് 21,000 രൂപ ശമ്പളം മാത്രമുള്ള ഒരു ബാർബർ ഷോപ്പിലാണ്. എന്നിട്ട് അദ്ദേഹം മാസം 3000 രൂപ മകന് വേണ്ടി ഭാവിയെ ഓർത്ത് വാത്സല്യം നിറഞ്ഞ സ്നേഹം തുളുമ്പുന്ന ഒരു പ്രവൃത്തി ചെയ്യുക SIP ചെയ്തുകൊണ്ട്, അല്ലേ? നമ്മുടെ നാട്ടില് എന്തിനു പറയുന്നു, എന്റെ സ്വന്തം ബന്ധുക്കൾ പോലും 50,000 രൂപയും 70,000 രൂപയും സാലറി ഉണ്ടായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാത്തവരുണ്ട്. അന്നേക്ക് വേണ്ടി മാത്രം ഉള്ളത് കൊണ്ട് അന്ന് മാത്രം ആഘോഷിച്ച് അടിപൊളിയായി ജീവിച്ചു പോകുന്നവരുണ്ട്. നാളെ പറ്റിയിട്ടുള്ള ചിന്തയൊന്നുമില്ല. നാളെ ഈ ജോലി ഇല്ലാണ്ടായാലോ, നിങ്ങൾക്ക് റിട്ടയർമെന്റ് എന്നൊരു ചിന്തയില്ലേ? ഇതൊക്കെ വേണ്ടേ? അപ്പോൾ ഈ ചിന്ത മാറണ്ടേ? ഇന്നത്തേക്ക് വേണ്ടി മാത്രം ചിന്തിക്കാതെ നാളേക്കും വേണ്ടി ദൂരേക്ക് ചിന്തിക്കണ്ടേ? വേണം. ഒന്ന് ഇൻവെസ്റ്റിംഗ് തുടങ്ങാം. അത് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്, നിർബന്ധമായിട്ട്. ഇറ്റ് ഷുഡ് ബി എ റെസ്പോൺസിബിലിറ്റി. പഠിക്കണമെങ്കിൽ നമ്മളുടെ ചാനലിൽ തന്നെ ഉണ്ട്, ബേസിക് തൊട്ട് പഠിച്ചു തുടങ്ങാം.